എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് പ്രധാനമായിട്ട് നടക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം. ഫൂളാണ്, പുതിയ തുടക്കമാണ്. ട്രാവലിംഗ് ഉണ്ട് ഇന്ന്. അതോറിറ്റിയാണ്. അപ്പോൾ പുതിയ തുടക്കമാണ്. ഫുൾ കാർഡാണ് ആദ്യം തന്നെ വന്നത്. പുതിയ തുടക്കമാണ്. കാരണം സോറോയും വന്നിട്ടുണ്ട്, ലെറ്റിംഗ് ഗോയും വന്നിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെ വിഷമിച്ച് ഇരിക്കുന്നുണ്ട് ആയിരിക്കാം. പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് വളരെ വിഷമം ഉള്ളത്. ആ ഒരു കാര്യം ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു. ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്ന് കാണുന്നുണ്ട്. കാരണം ഇവിടെ ഷിസോഫ്രീനിയ വന്നിട്ടുണ്ട്. അപ്പോൾ പലരും ഇവിടെ ഭയങ്കര സ്ട്രെസ്സായിട്ട് ഇരിക്കുന്ന, ശരിക്കും ടെൻഷനും അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ്. അത് പാസ്റ്റിൽ നിങ്ങൾ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല. ആ ഒരു പാസ്റ്റിൽ നടന്ന നിങ്ങളുടെ മോശമായ കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ കുറേ മോശമായ കാര്യങ്ങൾ നടന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ ഒരുപാട് ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യങ്ങൾ കടന്നു പോയി. പക്ഷെ നിങ്ങളിപ്പോഴും ആ കാര്യങ്ങളൊക്കെ കടന്നു പോയെങ്കിലും നിങ്ങളിപ്പോഴും അതിൽ തന്നെ ആ ഒരു ഓർമ്മകളിൽ നിങ്ങളിങ്ങനെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഓർമ്മകൾ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഭയങ്കര പെയിനാണ് വരുന്നത്, വിഷമമാണ്. അപ്പോൾ പക്ഷെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അത് ലെറ്റിംഗ് ഗോ ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള തീരുമാനം എടുത്താണ് ഒരു പുതിയ തുടക്കം വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പുതിയ തുടക്കം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മാസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മാസ്റ്റർ ആണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ മറ്റൊരാളിനെയും വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കാം. അഡ്വഞ്ചർ വന്നിട്ടുണ്ട്, ട്രാവലിംഗ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചിലരെങ്കിലും ഇതൊരു യാത്ര പോകാൻ സാധ്യതയുണ്ട്. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്ര പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു അഡ്വഞ്ചറസ് ആയിട്ട് എവിടെയെങ്കിലും പോകാൻ, അങ്ങനെയുള്ള ഒരു യാത്ര നിങ്ങൾ ചിലപ്പം ഇന്നേ ദിവസം പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ അത് മറന്നുപോയി, ഏതൊരു സ്ഥലത്തിൻ്റെ പേര് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നതാണ്, മറന്നുപോയി. മറ്റേ ഗുണാക്കേവ് അതുപോലെ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. വളരെ സന്തോഷമാണ്, പേഷ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒന്നിലും ഒരുപാട് അഡിക്റ്റഡ് ആകരുത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതായത് സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും അഡിക്ഷൻ വേണ്ട എന്നൊരു ഇത് വന്ന് നിങ്ങളൊന്ന് ന്യൂട്രലാകാൻ തീരുമാനിച്ചു എന്ന് കാണുന്നുണ്ട്. പല കാര്യങ്ങളും ഒന്ന് നിങ്ങൾ തീവ്രമായി പല കാര്യങ്ങളെ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം പോലും നിങ്ങൾ വിചാരിക്കുന്നോട്ട് വേണ്ട, വരുന്നത് പോലെ വരട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്.
പിന്നെ ഒരുപാട് സാധ്യതകളുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. സാധ്യതകളുണ്ട്. അപ്പോൾ അത് കണ്ടെത്തുക. പിന്നെ എന്ത് പേഷ്യൻസ് റിസപ്റ്റിവിറ്റിയും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ യൂണിവേഴ്സിൻ്റെ ആ ഒരു അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ ഓപ്പൺ മൈൻഡഡ് ആണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്രമാത്രം പവർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സോളിറ്റ്യൂഡ് നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ തീരുമാനിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ആ പ്രാർത്ഥനയുടെ ശക്തിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ടെംപ്ടേഷൻ വന്നിട്ടുണ്ട്. ഒരു പ്രലോഭനങ്ങളിൽ പെട്ടുപോകാതിരിക്കുക. ഈ ട്രാവലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓവറായിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് സിറ്റുവേഷനൊന്നും നിങ്ങൾ അങ്ങോട്ട് കൈകാര്യം ചെയ്യരുത്. ഒരു ആവശ്യത്തിന് മാത്രമേ ഉണ്ടാകാവൂ. അതൊന്ന് ശ്രദ്ധിക്കുക. അത് ടെംപ്ടേഷൻ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ടെംപ്ടേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് വെയിറ്റിംഗ് ഗെയിമാണ്. നിങ്ങൾ കുറേ കാലം കൊണ്ട് ഈ ഒരു ചിലപ്പോൾ കാലം നിങ്ങളെ ഒരുപാട് ഇങ്ങനെ ചുറ്റിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ വിചാരിക്കും ഇന്ന് തീരും നാളെ തീരും ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ വർഷങ്ങൾ കൊണ്ട് നിങ്ങളിത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ആ വെയിറ്റിംഗ് ഗെയിം എന്ന് പറയുന്നത് വന്നത്. പക്ഷെ അതിപ്പോൾ അത് ആ വെയിറ്റ് ചെയ്യുന്നതിനുള്ളൊരു ഫലം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി അതിനുള്ള ടൈം ആകുന്നതേ ഉള്ളൂ എന്നുള്ളതൊരു മുന്നറിയിപ്പ് പോലെ തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് എന്തായാലും കിട്ടും. മൂവിങ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും മുന്നോട്ടേക്ക് തന്നെ എന്ന് നിങ്ങൾ വിചാരിച്ച് നീങ്ങുന്നുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും തീരുമാനങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ എടുത്തിട്ടുണ്ടായിരിക്കാം. കുറച്ച് അഡ്വഞ്ചറസ് ആണ്. എന്നാലും സാരമില്ല, പ്രതിബന്ധങ്ങൾ ഒരുപാട് ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം. എന്നാലും ഞാൻ മുന്നോട്ട് പോകുന്ന തീരുമാനം എടുത്ത് ആരൊക്കെയോ ഉണ്ടെന്ന് എന്താണ് അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം, ചിലപ്പോൾ കരിയറിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസിലായിരിക്കാം. എന്തായാലും തടസ്സങ്ങൾ വരുമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട്. പേഷ്യൻസ് ആണ്. നിങ്ങൾക്കറിയാം അത് വെയിറ്റ് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന്. കാരണം നിങ്ങൾ ഒരു വിത്ത് നട്ടിട്ട് കാത്തിരിക്കുന്നത് പോലെയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടുമെന്ന് കാണുന്നുണ്ട്. അതോറിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്നത് പോലെ ആ ഒരു പവർ നിങ്ങളെ കയ്യിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നിങ്ങൾ വിനിയോഗിക്കുന്നത് ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. വളരെ പോസിറ്റീവാണ് ഇന്നത്തെ റീഡിങ്. ആ ഒരു ടെംപ്ടേഷൻ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ സാഹചര്യത്തിൽ എന്ത് ടെംപ്ടേഷനാണ് നിങ്ങൾക്കുള്ളതെന്ന്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഓരോ ടെംപ്ടേഷനിലും വീണു പോകാതെ ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം വളരെ പോസിറ്റീവാണ്. നമുക്ക് നോക്കാം. 2 കാർഡുകൾ കൂടി എടുത്ത് ക്ലാരിഫൈ ചെയ്യാം എന്താണെന്ന്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾ, പേജ് ഓഫ് കപ്സ്, 4 ഓഫ് സോർട്സ്, ഡെത്ത് കാർഡും വന്നിട്ടുണ്ട്. അപ്പം ഡെത്ത് കാർഡ് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അതൊരു എൻഡിങ്ങും പുതിയ തുടക്കമാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഇന്നേ ദിവസം ചില ആൾക്കാർക്കെങ്കിലും എന്തൊക്കെയോ പുതിയ തുടക്കങ്ങൾ കൃത്യമായിട്ടുണ്ടാവുമെന്ന് കാണുന്നുണ്ട്. ചിലർ ഒരു റെസ്റ്റ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചിലർക്ക് ഇങ്ങനെ ഔട്ട് ഓഫ് മൈൻഡ് ആയി പോകുന്നു ഒന്നും കാണുന്നുണ്ട്. ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ, ഒന്നിനും ഒരു മൂഡില്ലാത്ത ആൾക്കാരുമുണ്ട്. ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അത് ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് ഒന്നും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നും യാന്ത്രികമായി മാത്രം ചെയ്യും നമ്മൾ. അങ്ങനെയുള്ള എനർജിയുള്ള കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ടെന്ന് കാണുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് ആണ്. പുതിയൊരു ഓഫർ വരാം പ്രണയത്തിന്. ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന അത്രയും തിരിച്ച് കിട്ടുന്ന തരത്തിലുള്ളൊരു പ്രണയം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ നിങ്ങൾ എത്ര കൊടുക്കുമോ അത്രയും തന്നെ തിരിച്ച് കിട്ടുന്ന തരത്തിലുള്ളൊരു പ്രണയം. അപ്പോൾ അതൊരു റീയൂണിയൻ്റെ കാർഡ് കൂടിയാണ് ലവേഴ്സ് കാർഡ്. അപ്പം ഇന്ന് റീയൂണിയൻ ഉണ്ടെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. പിന്നെ
ഞാൻ ഇന്ന് ഒരു മന്ത്ര പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലോ. അതിൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് അറിയാവുന്നത്, ഞാൻ സ്ഥിരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നൊരു മന്ത്രയാണ് ലളിതാ സഹസ്രനാമത്തിലെ ഒരു 4 നാമങ്ങളുണ്ട് ദേവിയുടെ. അംബിക, അനാഥിനിധന, അശ്വാരൂഢ, അപരാജിത. അപ്പം നമ്മൾ എത്ര ബുദ്ധിമുട്ടേറിയ ആ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും നമുക്ക് നിരന്തരം ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കാം. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ അത് എഴുതി കൊടുത്തേക്കാം. അംബിക, അനാഥിനിധന, അശ്വാരൂഢ, അപരാജിത. നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല എന്നുള്ളതാണ്. നമ്മൾ എവിടെ പോയാലും നമുക്ക് ആ ധൈര്യത്തോടു കൂടി നിൽക്കാൻ പറ്റും. ദേവി ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്തൂല. അങ്ങനത്തെ ഒരു മന്ത്രമാണ് അത്. അപ്പോൾ അത് ഒന്നുകൂടി പറയാം. അംബിക, അനാഥിനിധന, അശ്വാരൂഢ, അപരാജിത. നമ്മളത് നിരന്തരം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ദേവിയുടെ 4 ലളിതാ സഹസ്രനാമത്തിലുള്ള 4 നാമങ്ങളാണത്. അപ്പോൾ ഇങ്ങനെ നിരന്തരം അത് മനസ്സിൽ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ എഴുതുക. ഇത് പണ്ട് ഞാൻ സ്ഥിരം അതങ്ങനെ ചൊല്ലുമായിരുന്നു. ഈ 4 നാമങ്ങൾ എൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്ന നാമമാണ്. ഇടയ്ക്ക് വെച്ചൊരു അത് പിന്നെ ഞാനത് ചെയ്യാറില്ലായിരുന്നു. ഇടയ്ക്ക് വീണ്ടും അത് ഇങ്ങനെ ഒരു ചാനലിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്ക് വീണ്ടും ഓർമ്മ വന്നു, അത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി. ഒരുപാട് നമുക്ക് ഉപയോഗമുള്ളതാണ്. നമ്മളുടെ മനസ്സിന് ഭയങ്കര ധൈര്യം തരും. നമുക്ക് ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ളൊരു ഇത് തരും നമുക്ക്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നാളെ ബുദ്ധമന്ത്രങ്ങളുണ്ട്, അത് ഞാൻ നാളത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് നിങ്ങളിങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രമാത്രം ഫലം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം നമുക്കൊരിക്കലും പരാജയ ഭീതി തോന്നൂല. അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത് എപ്പോഴും മനസ്സിൽ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അംബിക, അനാഥിനിധന, അശ്വാരൂഢ, അപരാജിത, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.